തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. പൂരം കലക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് ബി.ജെ.പിയുടെ ഫോർമുലയാണെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. മരധാകര കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. തീ പൂർണ്ണമായി നിയന്ത്രിച്ചത് 8 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. എറവ് പോസ്റ്റ് ഓഫീസിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം തുടരുന്നു. പോസ്റ്റൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് യഥാസമയം എത്തിച്ചു നൽകാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. എതിർപ്പുള്ളവരുടെ സ്ഥലം തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന് തഹസീൽദാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. പി.വി. അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ പാർട്ടി സെക്രട്ടറിക്ക് നട്ടലുണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും സുനിൽകുമാറിനുമെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയത്. തൃശൂർ പൂരം തകർക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പി.വി. അൻവർ എം.എൽ.എയുടെ വാക്കുകൾ തന്നെയാണ് സുനിൽകുമാറിന്റെയും വാക്കുകൾ. പോലീസ് തലപ്പത്ത് ഗൂഢാലോചന നടത്തി പൂരം കലക്കി അതിൽ മീൻ പിടിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത്. സ്വന്തം ചെയ്തി മറയ്ക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത്. പൂരത്തിന്റെ അന്തകനായ സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണ്. പൂരം വിഷയത്തിലെ പരാതിക്കാരനായ താൻ തന്നെ ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സുനിൽകുമാറിന് വാസ്തവത്തിൽ മാനസിക വിഭ്രാന്തിയാണ്. ഒരുതരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസിന്റെ തലപ്പത്ത് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് പി.വി. അൻവർ പറയുന്നത്. ആ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് തന്നെയാണ് ബി.ജെ.പിയും പറയുന്നത്. പോലീസ് നടത്തിയ ഗൂഢാലോചന സുനിൽകുമാറുമായിട്ടായിരുന്നു, ഇടതുപക്ഷവുമായിട്ടായിരുന്നു. ഈ കാര്യം വളരെ സുവ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തത് ഞാനാണ്. ഗവൺമെന്റിന്റെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊട്ടാര വിപ്ലവമാണ്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യ കലവറയുടെയും വീടിന്റെയും താക്കോൽക്കാരനാണ് ADGP M.R. അജിത് കുമാർ. അതുകൊണ്ട് ADGPക്കെതിരെ ഒരു ചുക്കും ചെയ്യില്ല. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾ ഇനി ശൂന്യാകാശത്ത് മാത്രമാകും. വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും മാറ്റി നിർത്താൻ CPM സെക്രട്ടറി M.V. ഗോവിന്ദന് നട്ടല്ലുണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കും എതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജയിലിൽ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നു, തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? M.V. ഗോവിന്ദന് നട്ടലുണ്ടെങ്കിൽ അത് പറയാൻ M.V. ഗോവിന്ദൻ തയ്യാറാകുമോ? മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ ADGPയെയും പൊളിറ്റിക്കൽ ശശിയെയും മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ കൊട്ടാര വിപ്ലവം രൂക്ഷമാകുന്നതിന്റെ തെളിവാണ് പി.വി. അൻവറുടെ വെളിപ്പെടുത്തലും ജയരാജനെ പറഞ്ഞയക്കലും. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഭൂകമ്പത്തിന്റെ തെളിവുകളാണ്. TCV തൃശൂർ. തൃശൂർ പൂരം കലക്കിയതിന്റെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ഉണ്ടാകില്ലെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം തകർത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് ബി.ജെ.പിയുടെ ഫോർമുലയാണ്. അത് LDFന്റെ ഫോർമുലയല്ല. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ബി ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ്. ആ ഫോർമുല തന്റെ തലയിൽ വെച്ചുകെട്ടാൻ നോക്കേണ്ട, തനിക്ക് യാതൊരു മാനസിക വിഭ്രാന്തിയുമില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല. കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി എന്നിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതെനിക്ക് അതിനെപ്പറ്റി മറുപടിയായിട്ട് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ പുറത്തു വിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമല്ല. പിന്നെ ഈ പൂരം തകർത്താൽ
ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്, അത് LDFന്റെ ഫോർമുലയല്ല. അല്ല, ഞാൻ പറയട്ടെ, ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു എല്ലാവർക്കും അറിയാലോ, പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയണം, പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്കടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. തൃശൂരിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃശൂർ കോർപ്പറേഷന് മുൻപിൽ വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. ബിനി ജംഗ്ഷനിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. ജില്ലാ പ്രസിഡന്റ് MK സലാം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, വൈസ് പ്രസിഡന്റ് KS ഉമൈറ, ട്രഷറർ ആരിഫ് മുഹമ്മദ്, സെക്രട്ടറി സരസ്വതി വലപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മരത്താക്കര കുഞ്ഞനമറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ, കോടികളുടെ നഷ്ടം കണക്കാക്കുന്നു. എറണാകുളം സ്വദേശി ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡീറ്റെയിൽ സ്ഥാപനത്തിലാണ് ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ അഗ്നിബാധയുണ്ടായത്. തീ പടരുന്നത് കണ്ട പ്രദേശവാസികളാണ് അഗ്നിശമന സേനയെ വിവരമറിയിച്ചത്. 100-ലധികം ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ഏതാനും ജീവനക്കാർ ഉറങ്ങുന്നുണ്ടായിരുന്നു. കെട്ടിടത്തിലെ ഫർണിച്ചർ, ഇന്റീരിയർ, മരത്തടികൾ, വിവിധ മെഷീനറികൾ എന്നിവ കത്തിനശിച്ചു. തിന്നർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് തീ പടരും മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കി. 8 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് സമീപത്തെ കെട്ടിടങ്ങളിലേക്കും വീടുകളിലേക്കും തീ പടരാതെ സംരക്ഷിക്കാൻ സാധിച്ചു. തൃശൂർ, പുതുക്കാട്, ചാലക്കുടി, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് 15ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ V വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് തീ അണച്ചത്. എറവ് പോസ്റ്റ് ഓഫീസിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം തുടരുന്നു. പോസ്റ്റൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് യഥാസമയം എത്തിച്ചു നൽകാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. വിലപ്പെട്ട രേഖകൾ ആളുകൾക്ക് എത്തിച്ചു നൽകാതെ അലംഭാവം കാട്ടിയ ജീവനക്കാർക്കെതിരെ മുൻപ് പരാതികൾ ഉയർന്നിരുന്നു. മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഇത്തരം ഗുരുതര അനാസ്ഥകൾ ഇപ്പോഴും തുടരുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 7 മാസം മുൻപ് അരിമ്പൂർ പഞ്ചായത്ത് ടാക്സ് കുടിശ്ശിക അടയ്ക്കാൻ കെട്ടിട ഉടമകൾക്ക് കത്തയച്ചത് ആർക്കും ലഭിക്കാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ എറവ് പോസ്റ്റ് ഓഫീസിലെത്തി നേരിട്ട് പരിശോധിച്ചപ്പോഴാണ് 300-ൽ പരം പോസ്റ്റൽ ഉരുപ്പടികൾ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. നാട്ടിലെ ജനങ്ങളുടെ വിലാസം പോസ്റ്റ്മാൻ അറിയാത്തതുകൊണ്ടാണ് എന്നായിരുന്നു പോസ്റ്റ് മാസ്റ്ററുടെ വിശദീകരണം. രജിസ്റ്റേർഡ് ഇലക്ഷൻ ID കാർഡുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യാൻ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ കൈവശം കൊടുത്തതും ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. ഇതിനുശേഷം ബാങ്കിൽ നിന്നും എറവ് സ്വദേശിനിയായ യുവതിക്ക് ATM കാർഡ് അയച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാതായ സംഭവത്തിൽ പിതാവ് നേരിട്ടെത്തി ജീവനക്കാരി ചോദ്യം ചെയ്തതോടെ മേൽവിലാസക്കാരനുമായി യാതൊരു ബന്ധമില്ലാത്ത യുവാവിന് നൽകിയതായി അറിയുകയും പിന്നീട് അയാളുടെ കടയിൽ നിന്ന് ATM കാർഡ് ഉടമയ്ക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞിട്ടും പോസ്റ്റൽ സൂപ്രണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ ATM കാർഡ് ബാങ്കിൽ നിന്ന് വിളിച്ച് നേരിട്ട് കൊടുത്തുവിട്ടപ്പോഴാണ് അതും ഇവിടെ നിന്ന് മേൽവിലാസക്കാരന്റെ വീട് അന്വേഷിക്കാതെ മടക്കി അയക്കുകയായിരുന്നുവെന്ന് മനസ്സിലായത്. എറവിലെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലും അരിമ്പൂരിലെ മെയിൻ പോസ്റ്റ് ഓഫീസിലുമുള്ള ജീവനക്കാർക്ക് പറയാനുള്ളത് ജോലി ഭാരത്തിന്റെ കാര്യം മാത്രമാണ്. എറവ് പോസ്റ്റ് ഓഫീസിൽ തപാൽ വിതരണം ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരാണ്. ജോലി സമയം കുറവാണെന്നതിനാൽ ഇവിടെ കുറഞ്ഞത് 2 പേരെങ്കിലും വിതരണത്തിന് വേണം. അടിയന്തര സ്വഭാവമുള്ളതും വിലപ്പെട്ടതുമായ രേഖകൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇനിയെങ്കിലും മേലധികാരികൾ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. പുത്തൂർ കുരിശുമൂലയിൽ സ്ഥലം ഏറ്റെടുപ്പാണ് തടഞ്ഞത്. പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്തതിന് ശേഷം മാത്രം മതി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കൽ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. നിലവിലെ റോഡിന്റെ ഇരുഭാഗത്തേക്കും 7.5 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. സ്ഥലമെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ പുറമ്പോക്ക് ഭൂമി കിടക്കുമ്പോൾ എതിർഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം നഷ്ടമാവുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. എന്നാൽ റോഡിന്റെ അലൈൻമെന്റ് പ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുക എന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. സ്ഥലം
ഏറ്റെടുപ്പ് തടഞ്ഞതോടെ തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ജനങ്ങളുടെ പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിക്കാമെന്നും അതുവരെ എതിർപ്പുള്ളവരുടെ സ്ഥലം ഏറ്റെടുക്കില്ലെന്നും പറഞ്ഞതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പ്രദേശത്തെ 8ഓളം വീട്ടുകാരാണ് എതിർപ്പുമായി രംഗത്ത് വന്നത്. വരും ദിവസങ്ങളിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉള്ളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇറവാറാംകലിൽ H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ചു. കണ്ടംകുളത്തി ഫെർഡിനാൻഡ് ഭാര്യ 62 വയസ്സുള്ള മീനയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ മകളുടെ അടുത്ത് പോയി 4 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ മീനയ്ക്ക് പനി ബാധിക്കുകയായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ആരൊക്കെ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ ലേബലിൽ MLA ആയ മുകേഷ് ധാർമ്മികതയുടെ പേരിൽ നിർബന്ധമായും സ്ഥാനം രാജിവെക്കണമെന്ന് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച സിനിമാ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ S. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, സംസ്ഥാന സെക്രട്ടറി CV പൗലോസ്, ഡോക്ടർ K. രത്നകുമാരി, വനിതാ കലാസാഹിതി ജില്ലാ സെക്രട്ടറി CG ജ്യോതിലക്ഷ്മി, ഷാജി കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അത് എല്ലാ തലത്തിലും വരുത്തുക എന്ന ആശയത്തിലേക്ക് വേണ്ടി നമ്മളെല്ലാം സ്ത്രീകളും ഒത്തൊരുമിച്ച് സമൂഹത്തിന്റെ ആഗോള ഗണിതശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവന്റെ കല്ലേറ്റുങ്കരയിലെ ഇരിങ്ങാടപ്പള്ളി മനയും ഇരിങ്ങാടപ്പള്ളി ക്ഷേത്രവും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശിച്ചു. സംഗമമാധവന്റെ ഒരു ഛായാചിത്രമോ ഒരു ബോർഡ് പോലും ഇല്ലാത്തതും പുതുതലമുറയ്ക്ക് കൈമാറേണ്ട ഈ വസ്തുതകൾ മറച്ചുവെക്കുന്നതും മലയാളിയായി തന്നെ വേദനിപ്പിക്കുന്നതായും ശ്രീധരൻപിള്ള പറഞ്ഞു. ഈ വിഷയത്തിൽ പുസ്തകമെഴുതിയ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാള വിഭാഗം മേധാവി ലിറ്റി ചാക്കോയെയും കോളേജ് പ്രിൻസിപ്പലിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണെന്നും കോളേജ് തയ്യാറാക്കിയ 2 പ്രബന്ധങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ശ്രീധരൻപിള്ള രചിച്ച വാമന വൃക്ഷകല എന്ന പുസ്തകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ TV ബിനു തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തെപ്പറ്റിയും ചർച്ച നടത്തി. വാമന വൃക്ഷകലയെപ്പറ്റി പുതുലോകത്തിന് പരിചയപ്പെടുത്താൻ കൂടുതൽ ഗവേഷണം നടത്തുന്നതിന് അധ്യാപികയ്ക്ക് പ്രാരംഭഘട്ടമായി 1 ലക്ഷം രൂപ പാരിതോഷികം ചടങ്ങിൽ വെച്ച് ഗവർണർ പ്രഖ്യാപിക്കുകയും ചെയ്തു. BJP നേതാവ് വിപിൻ പാറമേക്കാട്ടിൽ, കൊച്ചിൻ സർവകലാശാല മുൻ മെമ്പർ ടോണി റാഫേൽ തുടങ്ങിയവർ ഗവർണറെ അനുഗമിച്ചു. മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയാണ് അറസ്റ്റിലായത്. ആല സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുവണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. സഹകരണ ബാങ്കിൽ 2 തവണയായി 5 പവൻ തൂക്കം വരുന്ന മുക്കുവണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ ലീല വാങ്ങിയിരുന്നു. പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുവണ്ടമാണെന്ന് ബാങ്ക് അധികൃതർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശ്രീനാരായണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും സമാനമായ രീതിയിൽ ഇവർ 2.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, MM റിജി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയെയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വാസു വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലധികമായി. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ സ്വന്തം ഡ്രൈവറാണ് ഈ കാരണവർ. കൊടുങ്ങല്ലൂരിലെ നിലവിലുള്ള ടാക്സി ഡ്രൈവർമാരിൽ മുതിർന്നയാളാണ് വാസു. നഗരത്തിലെ എന്നല്ല പ്രദേശത്തെ റോഡുകളെല്ലാം വാസുവിന് കൈവെള്ളയിലെ രേഖ കണക്കെ സുപരിചിതമാണ്. 5 പതിറ്റാണ്ട് മുൻപ് പുതുക്കാടുള്ള ഡോക്ടറുടെ വീട്ടിൽ സഹായിയായി എത്തിയ വാസു അവിടെ വെച്ചാണ് ആദ്യമായി സ്റ്റിയറിംഗിൽ തൊടുന്നത്. ഡ്രൈവിംഗിൽ കമ്പം കയറുന്നതും അവിടെ നിന്ന് തന്നെ. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കി ലൈസൻസ് എടുത്തു. ആദ്യമൊക്കെ സ്വകാര്യ കാറുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു. വൈകാതെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ടാക്സി ഡ്രൈവറായി അരങ്ങേറ്റം കുറിച്ചു. അന്നു മുതൽ വാസുവിന്റെ കാർ ടോപ്പ് ഗിയറിൽ യാത്ര തുടരുകയാണ്. 73 സ്കൂളിൽ ചേർന്ന് അന്ന് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ 221 കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചാട്ടി കൊടുത്തു വണ്ടി. അപ്പോൾ കറപ്പന അച്ഛൻ 100 രൂപ എടുത്തു.
അങ്ങനെ ലൈസൻസ് എടുത്ത് എന്നാൽ ചെയ്യുന്നതോളാണ് ടെസ്റ്റ്. അന്നൊക്കെ കാല് പറിക്കും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ. ഡ്രൈവറായിട്ട് ആദ്യം കൊച്ചിയിലാണ് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ വരുന്നത്. അത് പ്രമുഖ വക്കീലിൻ്റെ വണ്ടിയിലാണ്. അവിടെ നിന്ന് പോന്നിട്ട് കോളക്കുളം അപ്പുൻ്റെ വണ്ടിയിൽ കയറുക. അവിടെ നിന്ന് പോയിട്ട് പിന്നെ ടാക്സി പിടിക്കാൻ തുടങ്ങി. 74-75 കൊല്ലം കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ ടാക്സി പിടിക്കുക. നാളിതുവരെ വടക്കേ നടയിലെ സ്ഥിര സാന്നിധ്യമാണ് വാസു. കോവിഡ് കാലത്തും ഒഴിച്ചുകൂടാനാകാത്ത അവസരങ്ങളിലും മാത്രമാണ് വാസുവിന്റെ കാർ ഷെഡിൽ കയറിയിട്ടുള്ളത്. വയസ്സ് 70 ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ചുറുചുറുക്ക് മറ്റു ഡ്രൈവർമാർക്ക് മാതൃകയാണ്. എറിയാട് യു ബസാർ സ്വദേശിയായ വാസു കൊടുങ്ങല്ലൂരിന്റെ ഇന്നിനെയും ഇന്നലെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളിലൊന്നാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ ചാലക്കുടിയിലെ കോടതി സമുച്ചയവും പരിസരവും സനീഷ് കുമാർ ജോസഫ് MLAയും ജനപ്രതിനിധികളും സന്ദർശിച്ചു. രണ്ടാം ഘട്ട നിർമ്മാണം വിലയിരുത്തുന്നതിന് ജില്ലാ ജഡ്ജി PA സിറാജുദ്ദീൻ, ബാർ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുക. മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നതിനും സ്വീവേജ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള തുടർ നടപടികളും എത്രയും വേഗം പൂർത്തീകരിക്കുവാനും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VS സവിത, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ്വർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, കൌൺസിലർ നിത പോൾ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് ബിൽസൺ ജോസ് വടാശ്ശേരി എന്നിവരും സന്നിഹിതരായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് തൃശൂരിൽ നടന്നു. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന റബിയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. തൃശൂർ MICയിൽ നടന്ന കോൺഫറൻസിൽ റബിയ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി. മുസ്തഫ ഹുദവി ആക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സലാം ബാഖവി, കൺവീനർ അബൂബക്കർ ഫൈസി, കോർഡിനേറ്റർ സിദ്ദിഖ് ഫൈസി, വർക്കിംഗ് കൺവീനർ ഷഹീർ ദേശമംഗലം, SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി എന്നിവർ പങ്കെടുത്തു. ഇന്ന് അധ്യാപക ദിനം. പഴഞ്ഞി ഗ്രാമത്തിലെ ആദ്യകാല അധ്യാപകരായ ജോബ് സൈമണും ഭാര്യ ഷീല ജോബും അധ്യാപക ദിനത്തിൽ നൽകുന്ന നല്ല പാഠങ്ങൾ സമൂഹത്തിന് പ്രചോദനമാകുന്നു. 3.5 പതിറ്റാണ്ടോളം അധ്യാപക ജീവിതത്തിൽ മാതൃകയായി പ്രവർത്തിച്ചവരാണ് ഇരുവരും. നവതിയിലേക്ക് പ്രവേശിച്ച പഴഞ്ഞി കിഴക്കേയങ്ങാടി പുലിക്കോട്ടിൽ ജോബ് സൈമണും 81 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന സഹധർമ്മിണി ഷീല ടീച്ചർക്കും ആദ്യകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഏറെ സന്തോഷം. 1960കളിൽ ജോബ് മാഷ് ആലത്തൂർ സ്കൂളിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത്. പഴഞ്ഞി, വരവൂർ, മരത്തങ്കോട്, കുന്നംകുളം ബോയ്സ്, കൊച്ചന്നൂർ എന്നീ സ്കൂളുകളിലെ നീണ്ട സേവനത്തിന് ശേഷം 1990ൽ കണ്ണൂർ ചെറുകുന്ന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ചു. ഷീല ടീച്ചർ 1965ൽ എറണാകുളം നായരമ്പലം സ്കൂളിലാണ് അധ്യാപികയായി സേവനം തുടങ്ങിയത്. 1967ൽ വിവാഹം കഴിച്ച് പഴഞ്ഞിയിലെത്തി. ചാലക്കുടി, വരവൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം ഗേൾസ് എന്നീ സ്കൂളുകളിലെ സേവനത്തിന് ശേഷം 1998ൽ മരത്തങ്കോട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി വിരമിച്ചു. വിവാഹത്തിന് ശേഷം ഇരുവരും വരവൂർ ഗവൺമെന്റ് സ്കൂളിൽ നീണ്ട 5 വർഷം ഒരുമിച്ച് ജോലി ചെയ്തു. പഠിപ്പിച്ച എല്ലാ സ്കൂളുകളിലും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എളുപ്പമാക്കാൻ ശ്രമിച്ചിരുന്ന ഈ അധ്യാപകർ ക്ലാസ് മുറികളിൽ പഠനകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഇവരുടെ ക്ലാസുകളിൽ പ്രവേശിക്കുവാൻ തന്നെ കുട്ടികൾക്ക് നല്ല ഉത്സാഹമായിരുന്നു. പ്രായത്തിന്റെ വിഷമതകൾക്കിടയിലും ഒഴിവു സമയങ്ങളിൽ വായനയിൽ മുഴുകും. വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഇവർക്ക് പഴഞ്ഞി, കുന്നംകുളം, മരത്തങ്കോട് പ്രദേശങ്ങളിലായി നിരവധി ശിഷ്യരുണ്ട്. ഗീവർ, സാം എന്നിവർ മക്കളാണ്. മൂത്ത മകന്റെ കുടുംബത്തോടൊപ്പം പഴഞ്ഞിയിലെ കുടുംബ വീട്ടിലാണ് താമസം. പുതുതലമുറയിൽ നിന്ന് മാറിപ്പോകുന്ന സ്നേഹം, ബഹുമാനം, വായന എന്നിവയെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന് അധ്യാപകർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. വോളിബോളിനെ പ്രാണവായു പോലെ സ്നേഹിക്കുന്ന ഒരു കായിക അധ്യാപകനുണ്ട് ചിന്ത്രാപന്നിയിൽ. രവിമാഷ് എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന PC രവിയാണ് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ തിളങ്ങിയ നിരവധി കായിക പ്രതിഭകളുടെ ആ ഗുരുനാഥൻ. ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കിടയിൽ കളിക്കാരെ ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന രവി 19ാം വയസ്സിൽ കോച്ചിന്റെ കുപ്പായമണിഞ്ഞു.
1987 കായിക അധ്യാപകനായി വാടാനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് രവിയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. സ്പോർട്സിന് അധിക പ്രാധാന്യം നൽകാതിരുന്ന സ്കൂളിൽ കുട്ടികളെ കണ്ടെത്തി നിരന്തര പരിശീലനം നൽകിയതോടെ ഒട്ടേറെ പ്രതിഭകളെയാണ് രവിമാഷ് വാർത്തെടുത്തത്. 1998 നടന്ന സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 19 വർഷം തുടർച്ചയായി വോളി കിരീടം നേടിയിരുന്ന വടകര വിദ്യാഭ്യാസ ജില്ലാ ടീമിനെ തറപറ്റിച്ചത് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രവിമാഷിന്റെ 6 ശിഷ്യന്മാരായിരുന്നു. ഇവരിൽ 4 പേർ പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളുമായി വളർന്നു. 1998 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത കേരളത്തിലെ മികച്ച കായിക അധ്യാപകരിൽ രവിമാഷുമുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ 1 വർഷത്തെ പരിശീലനത്തിനൊടുവിൽ NISഉം ഇദ്ദേഹം സ്വന്തമാക്കി. ഇതേ വർഷം ഏഷ്യൻ ടീം സെലക്ഷൻ ട്രയൽ നടക്കുമ്പോൾ റഫറിയാകാൻ സാധിച്ചത് അവിസ്മരണീയമാണ്. 2017 സ്കൂളിൽ നിന്നും വിരമിച്ചതോടെ ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മണപ്പുറത്തെ വിദ്യാലയങ്ങളിലും ക്ലബ്ബുകളിലും പരിശീലക രംഗത്ത് രവി നിറസാന്നിധ്യമായി. തികച്ചും സൗജന്യമായാണ് പരിശീലനം. 1967 എൻ്റെ 7ാം വയസ്സിൽ ചന്ദ്രാപിന്നിയിൽ വോളിബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചു. പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ വെച്ച് തന്നെ TS സുബ്രഹ്മണ്യൻ്റെ ശിക്ഷണത്തിൽ വോളിബോൾ പരിശീലനം ആരംഭിച്ച് തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് അബ്ദുൾ റഹ്മാൻ സാറിൻ്റെയും സ്പോർട്സ് കൗൺസിൽ കോച്ച് നേവി ജോർജിൻ്റെയും ശിക്ഷണം ലഭിക്കുന്നതോടുകൂടി കൂടുതൽ വോളിബോളിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ആ അറിവ് ഞാൻ SNS ചന്ദ്രാപിന്നിയുടെ സഹകളിക്കാർക്കും അവിടുത്തെ കുട്ടികൾക്കും പകർന്നു തുടങ്ങി. അണിഞ്ഞതാണ് ഈ കോച്ചിൻ്റെ കുപ്പായം. ഇന്ന് 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സജീവമായി വോളിബോൾ രംഗത്തുണ്ട്. 4 പതിറ്റാണ്ട് പിന്നിട്ട കായിക ജീവിതത്തിൽ നിരവധി ബഹുമതികളും രവിമാഷിനെ തേടിയെത്തി. നീണ്ട 18 വർഷം ജില്ലാ വോളിബോൾ അസോസിയേഷൻ കൺവീനറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗം, ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ സജീവമാണ്. ശാരീരിക യോഗ്യതയുള്ള കുട്ടികളെ കണ്ടെത്തി അടിസ്ഥാന പരിശീലനം നൽകി മികച്ച പ്രതിഭകളാക്കുന്ന ക്യാച്ച് ദ യങ് ആണ് രവിമാഷിന്റെ ആപ്തവാക്യം. ഇത്തരത്തിൽ ഇനിയും കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള യാത്രയിലാണ് രവിമാഷ്. TCV കയ്പമംഗലം. ഓട്ടൻതുള്ളൽ കലയ്ക്ക് സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം. തുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മണലൂർ ഗോപിനാഥ് സമർപ്പിച്ച പ്രബന്ധം സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. യൂണിവേഴ്സിറ്റി അഡ്വാൻസ്ഡ് റിസർച്ച് സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് മണലൂർ ഗോപിനാഥ് കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. യൂണിവേഴ്സിറ്റി ഗവേഷണ വിഭാഗം വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി മേലധികാരികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. ആർട്ട് ലാബ് യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോൺ റൂബൻ ഡേവിസ് മണലൂർ ഗോപിനാഥിന് സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള പുനരധിവാസ പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. മുഖ്യമന്ത്രി പിണറായി വിജയന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ആണ് ചെക്ക് കൈമാറിയത്. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മഞ്ജുള അരുണൻ, റഹീം വീട്ടിപ്പറമ്പിൽ, ദീപ S നായർ എന്നിവരും സന്നിഹിതരായിരുന്നു. വനിതാ കൂട്ടായ്മയിൽ കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. ദേശീയപാതയോരത്ത് ചന്ദ്രാപിന്നിയിലാണ് കാഴ്ചക്കാരുടെ മനം നിറച്ച് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന രത്നചന്ദ്രൻ, ആശാ രാജൻ, ഗൗരി ശിവദാസൻ എന്നിവരാണ് എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ചാമക്കാല സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ 1/2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത്. അപ്പം ഞങ്ങളുടെ ഓഫീസർ സജ്ജന മേഡത്തിൻ്റെ പരിപൂർണ പിന്തുണ, എല്ലാ തരത്തിലുള്ള ഹെൽപ്പോടുകൂടി തന്നെയാണ് മാഡം വന്ന സ്ഥലവും കണ്ട് മാഡം തന്നെ തൈകൾ ഇറക്കി തന്ന് ഏറ്റവും വില കുറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി 3 രൂപയ്ക്കാണ് ഇറക്കി കൊടുത്തത്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു എഫേർട്ട് ഇതിനകത്ത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. വളം ഏർപ്പാട് ചെയ്യാനും എല്ലാ കാര്യത്തിനും മാഡം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ. നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ 2500 ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാണകപ്പൊടിയും ഫാക്ടം ഫോസും ന്യൂട്രി മിക്സുമായിരുന്നു പ്രധാന വളം. മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് കൃഷിക്ക് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു. 2 മാസത്തിനു ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ വില കിട്ടിയാലും ഞങ്ങളിപ്പോൾ ചെലവാക്കിയതിൻ്റെ പകുതി പൈസയിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത്. അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും.
TCV കയ്പമംഗലം. സിനിമ സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ VP രാമചന്ദ്രൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്നു. 1987 മുതൽ 2016 വരെ സിനിമയിൽ സജീവമായിരുന്നു. പയ്യന്നൂർ സ്വദേശിയായ രാമചന്ദ്രൻ 19 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം റെയിൽ പാളത്തിനരികിൽ അതിഥി തൊഴിലാളിയായ യുവാവിന്റെ ജഡം കണ്ടെത്തി. ആസാം സ്വദേശി 23 വയസ്സുള്ള അൻവർ ഹസൻ ആണ് മരിച്ചത്. സദേൺ എയറോനോട്ടിക്കൽ കോളേജിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്നയാളാണ് മരിച്ച അൻവർ. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ എസ്എൻപുരത്ത് വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് വളർത്തുന്ന തെരുവ് നായ്ക്കളെയാണ് റോഡിലേക്ക് തുറന്നുവിട്ട് ഭീതി പരത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നായ്ക്കളെ അഴിച്ചുവിടുന്നത്. വിദ്യാർത്ഥികളെ ഓടിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ്. നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്ക് വീണ് പരിക്കേൽക്കുന്നതും പതിവാണ്. നായ്ക്കളെ പുറത്തേക്ക് അഴിച്ചുവിടരുതെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും അതൊന്നും ഗൗനിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് പോലീസ് താക്കീത് നൽകിയെങ്കിലും വീണ്ടും നായ്ക്കളെ റോഡിലേക്ക് തുറന്നുവിടുന്നതായി നാട്ടുകാർ പറഞ്ഞു. സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് MLAയ്ക്കും പഞ്ചായത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകി. സ്കൂളിൽ പോയിട്ട് വരുമ്പോ വണ്ടി കുറച്ച് നേരത്തെയായിരുന്നു. അപ്പൊ അമ്മ വരാൻ വൈകി. അത് കാരണം ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ എന്നെ പട്ടി ഓടിപ്പിച്ചു. അപ്പൊ ഷീബമ്മാമയാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നത്. എന്റെ മക്കളെയും എന്നെയും ഓടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ നടക്കാനായിട്ട്. ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ എപ്പോഴും ഓടിപ്പിക്കാറുണ്ട് പട്ടി. പിള്ളേരെ എപ്പോഴും ഓടിപ്പിക്കേണ്ടത്. ഇതിൽ കൂടെ പോണ പിള്ളേരെല്ലാവരും ഓടിപ്പിക്കേണ്ടത്. ഞങ്ങൾ 10-12 കൊല്ലമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഓരോ ദിവസം ചെല്ലും തോറും പട്ടികളെ എണ്ണം കൂട്ടി വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പുറത്ത് ഏതെല്ലാം സ്ഥലത്ത് കളയുന്ന പട്ടികൾ അതിലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവൾ ഇവിടെ വളർത്തി അവറ്റങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുകയാണ്. ഒരു അസുഖം പട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിലെ പട്ടികൾക്ക് പുറത്തുനിന്ന് അസുഖമുള്ള പട്ടീനെ കൊണ്ടുവന്ന് തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാ പട്ടികളെ കണ്ടാലും അറയ്ക്കുന്ന രൂപമായിട്ട് നിൽക്കുന്ന പട്ടികൾ. ഒരാൾക്കും അതിലെ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾക്ക്. ചാലക്കുടി നഗരസഭാ അതിർത്തിക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കുന്നതിന് നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് വിളിച്ചു ചേർത്ത പൌരപ്രമുഖരുടെ യോഗം ആവശ്യപ്പെട്ടു. തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ നിരവധി പരാതികൾ ഉയർന്നിട്ടും നഗരസഭാ ചെയർമാൻ മൌനം പാലിക്കൽ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ബദൽ യോഗം സംഘടിപ്പിച്ചത്. തെരുവ് നായ്ക്കളുടെ വന്ധീകരണം ഉറപ്പുവരുത്തുക, വാക്സിനേഷൻ നിർബന്ധമായി നടപ്പിലാക്കുക, ABC പദ്ധതി ഉറപ്പുവരുത്തുക, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. ഒരു കാരണവശാലും ഇനി തെരുവുനായ്ക്കള് ചാലക്കുടി നഗരസഭയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് കുട്ടികൾ, അതുപോലെ അംഗനവാടി പരിസരത്ത്, ദേവാലയങ്ങൾ, മാർക്കറ്റ്, ഈ 3 സ്ഥലത്താണ് ഇവർ വട്ടം കൂടി 10ഓളം വരുന്ന അല്ലെങ്കിൽ 15ഓളം തെരുവുനായ്ക്കൾ വന്നിട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന രീതി വരുന്നുണ്ട്. ദിവസം 2 പേരെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പട്ടി കടിച്ചും പട്ടി വട്ടം ചാടി വീണിട്ടും കിടക്കുന്നുണ്ട്. ഇത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എനിക്ക് ഇവിടെ വന്നവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമില്ല. ഇത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണം. ചാലക്കുടി മുനിസിപ്പാലിറ്റി അകത്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നല്ല രീതിയിലുള്ള ഞങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി വിടുമ്പോൾ ഭയമില്ലാതെ ഇറക്കി വിടാനായിട്ടുള്ള സാധിക്കണം. ലീഡർ ബിജി സദാനന്ദൻ, കൌൺസിലർമാരായ KS സുനോജ്, ഷൈജ സുനിൽ, ലില്ലി ജോസ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, സെക്രട്ടറി ബിനു മഞ്ഞളി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. നഗരസഭയിലെ 25ാം വാർഡിലാണ് സംഭവം. പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി CPIയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ 100 രൂപ വീതം പിരിച്ചെടുത്തുവെന്നാണ് പരാതി. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതാണ് പണം നൽകിയവർക്ക് നൽകിയത്. നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നു. ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധിത പിരിവ് നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ഈ മാറ്റുനോറ്റിരുന്ന പെൻഷൻ ഓരോരുത്തർക്കും വീടുകളിൽ കൊണ്ടു കൊടുത്തത്.
അപ്പോഴാണ് അറിയണത് ഇവർ 100 രൂപ വെച്ചിട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട് വയനാട്ടിലേക്കുള്ള പിരിവിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് മറ്റു വാർഡുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ 25ാം വാർഡിൽ മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. അവിടെ ഒന്നും ഈ സംഭവമേ ഇല്ല. ഈ 100 രൂപയും ചോദിച്ചിട്ടില്ല, 10 രൂപ വരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു അന്യായമല്ലേ ഇത്? 6 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള ഈ പാവങ്ങൾക്ക് 1 മാസത്തെ പെൻഷൻ വന്നിട്ട് അതിൽ നിന്ന് 100 രൂപ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരനോട്ട് കൊണ്ടുപോയപ്പോൾ ഈ അന്യായത്തിനെതിരെ മേത്തല മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ചൊവ്വന്നൂർ പഴുതാനയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായി കർഷകർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബ് ഭാജിയുടെ ഉത്തരവിനെ തുടർന്നാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. ചാവക്കാട് ചക്കങ്കണ്ടം സ്വദേശി കരുമത്തിൽ വീട്ടിൽ ദീപകനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം 1 വർഷത്തേക്ക് നാടുകടത്തിയത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3251 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിനാണ് അഗ്നിബാധയുണ്ടായത്. തീ പൂർണ്ണമായി നിയന്ത്രിച്ചത് 8 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ജില്ലയിൽ വീണ്ടും H1N1 മരണം. എറവാറാംകല്ല് സ്വദേശിനിയായ വീട്ടമ്മയാണ് മരിച്ചത്. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. എതിർപ്പുള്ളവരുടെ സ്ഥലം തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന് തഹസിൽദാർ. പുതുക്കാട് ചെങ്ങാലൂർ എസൻപുരത്ത് വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. പരാതിയെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് പോലീസ് താക്കീത് നൽകി. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി ലീലയാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.